യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ 1 വാക്യം. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രമൊക്കെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. 27 വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെല്ലാവരും ഒത്തിരി ചിന്തിച്ചിട്ടുള്ള ഒത്തിരി അറിയാവുന്ന ഒരു ഭാഗം തന്നെയാണ് 14 അധ്യായം. 14 തുടങ്ങിയിട്ടുള്ള അവിടെ യേശു കർത്താവ് ഹല്ലേലൂയ ക്രൂശീകരിക്കപ്പെടുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ വിളിച്ച് ഹല്ലേലൂയ അവർക്ക് വേണ്ടി അവരോട് മാത്രമായിട്ട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് അതൊക്കെ. ആമേൻ. അവിടെ നമുക്ക് പറയുന്ന അവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയത്. കാരണം എന്തുകൊണ്ട് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരേ ഹൃദയം കലങ്ങിപ്പോകുമെന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് തന്നെ പറഞ്ഞേക്കുന്നത്. കലങ്ങരുത്. ഇവിടെ പറഞ്ഞ കലങ്ങരുത്. എന്ത് വേണം? ദൈവത്തെ വിശ്വസിപ്പ് എന്നിലും. അപ്പൊ നമ്മുടെ ഹൃദയം കലങ്ങാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് യേശു കർത്താവ് പറയുന്നത്. അവിടെ പറഞ്ഞ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശുവിൽ വിശ്വസിക്കണം. ഇപ്പൊ നമ്മളോട് പറയണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക, അല്ല യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം കലങ്ങി പോകത്തില്ല. അപ്പൊ കലങ്ങാതിരിക്കണമെങ്കിൽ അവിടെ അതിന് എന്താണ് അത് പറയാനുള്ള കാരണം ഒന്നും കൊണ്ട് എടുത്തു പറയുന്ന 27 വാക്യത്ര എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഹല്ലേലൂയ ഞാൻ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും മതി. അപ്പം ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് കർത്താവ് യേശുക്രിസ്തു വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഹല്ലേലൂയ. എന്താ ഇനി യേശു കർത്താവിനെ പിടിച്ചുകൊണ്ട് പോവും. ഇവരുടെ മുമ്പിൽ നിന്ന് പോകാൻ ഇത്രയും നാള് ശിഷ്യന്മാരെല്ലാം വളരെ എന്താ പറയാ സന്തോഷ സമാധാനത്തിന് പുറകെ നടന്നതെന്ന് വെച്ചാൽ കർത്താവ് യേശുക്രിസ്തു മുമ്പേ നടക്കും. അവരെല്ലാവരും പുറകെ ഇങ്ങനെ പോകും. ഹാലേലിയ എല്ലായിടത്തും ചെല്ലുന്നിടത്തെല്ലാം ഹാലേലിയ അവർക്ക് വേണ്ടുന്നതെല്ലാം ലഭിച്ചു. ലീഡ് ചെയ്യാൻ ആളുണ്ടായിരുന്നു. മിറക്കിൾ കാണുന്നുണ്ട്. അങ്ങനെ അവർ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കണ്ട് സന്തോഷം നടക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയാൻ ഇനി മുതൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടാകത്തില്ല, നിങ്ങൾ ഇനി തനിയെ നടക്കേണ്ടി വരും. അപ്പൊ തനിയെ നടക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങും, നിങ്ങൾ ഭ്രമിച്ചു പോകും. കാരണം നിങ്ങളെ സ്വീകരിക്കുന്നത് നല്ല സ്വീകരണമൊന്നും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഞാനുള്ളത് കൊണ്ട് ചെല്ലുന്നിടത്ത് പുരുഷാരം തെങ്ങി നിറഞ്ഞു വരുന്ന ആൾക്കാർ കൂടി കൂടുന്ന ഇതൊക്കെ നടക്കും. പക്ഷേ നിങ്ങൾ തനിയെ നടക്കാൻ തുടങ്ങുമ്പോൾ ഇതൊന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് യേശു കർത്താവ് ഇവരോട് പറയുന്നത്. പക്ഷെ ഇവർക്ക് ഇതുപോലെ മനസ്സിലാകേണ്ടത് വെച്ചാൽ ഇവർക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ഇവിടെ ഈ അധ്യായം നമ്മൾ വായിക്കണം, ഒരുപാട് സ്ഥലത്ത് പറയുന്നത് വിശ്വസിക്കണം വിശ്വസിക്കണം വിശ്വസിക്കണമെന്ന് അല്ലേ? ഒരുപാട് വാക്യത്തിൽ എടുത്തെടുത്ത് എഴുതിയിട്ടുണ്ട്. എന്നിൽ വിശ്വസിക്കണം, പിതാവിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ ഇവിടെ അങ്ങനെ ഓരോ വാക്യങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഞാൻ പിതാവിൽ നിങ്ങൾ പിതാവ് എന്നിലുമാകുന്നത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളോട് പറയുന്ന വളരെ സത്യമായ സംശയം പിതാവ് എന്നിൽ വസിച്ചിരുന്ന തന്റെ പ്രവൃത്തി ചെയ്യുന്ന പിതാവ് എന്നിലും പിതാവ് എന്നിലും എന്ന് നിങ്ങൾ ഹല്ലേലൂയ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി തന്നെ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ അങ്ങനെ കുറേ സ്ഥലത്ത് ഹല്ലേലൂയ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതിനെക്കാട്ടി വലിയത് ചെയ്യും എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ വിശ്വസിക്കണം എന്ന് എടുത്തെടുത്തെടുത്ത് പറയുന്നു. നമുക്ക് വിശ്വാസം കൂടെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അതും പറയാതെ നമുക്കറിയാം. അപ്പം ഇവിടെ വിശ്വസിക്കണം. ഇവിടെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹൃദയം കലങ്ങി പോകുന്ന അവസ്ഥകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ വരുന്ന ആ സാഹചര്യങ്ങൾ നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം എന്ന് തന്നെ പറയുന്നു. അറിയാം കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദയം കലങ്ങാതെ സൂക്ഷിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? കർത്താവ് യേശുക്രിസ്തു എന്ന വചനത്തിൽ വിശ്വസിക്കണം. ദൈവം നമുക്ക് തന്നിട്ടുള്ള ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം. അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ കലക്കങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോ തന്നെ ഈ വചനം നമ്മളെ ബലപ്പെടുത്താൻ തുടങ്ങും. അതിനകത്ത് തന്നെ 16 അധ്യായത്തിന്റെ 22 വാക്യം ഒന്ന് വായിക്കാം സിസ്റ്റർ. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക, സങ്കടം വരുന്ന നാഴികയുണ്ട്. കാരണം അവർ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും
ഞാൻ പിന്നെയും നിങ്ങളെ കാണും. പക്ഷെ എന്നെ പിടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ, ഞാൻ ഇല്ലാതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും, നിങ്ങൾ ദുഃഖം വരും. പക്ഷെ നിങ്ങൾ അങ്ങനെ ദുഃഖിക്കുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ എങ്കിൽ പിന്നെയും നിങ്ങളെ കാണും, ഞാൻ വന്ന് നിങ്ങളെ കാണും. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങൾ സന്തോഷം. അപ്പം ഞാൻ ഇനിയും നിങ്ങളെ കാണുമ്പോൾ, ഹാലലൂയ, ഇപ്പൊ ഞാൻ പോകും, പക്ഷെ ഞാൻ വന്ന് കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയ സന്തോഷം, ആ സന്തോഷം ആരും എടുത്ത് കളയുകയില്ല എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തു മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്ന കാര്യങ്ങളുണ്ട്. അമ്മ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് അവർ ഉപദേശിക്കുന്നുണ്ട്. ഹാലെ, നമുക്ക് ആ വാക്ക് പിന്നോട്ട് പോകുമ്പോൾ, അത് കഴിഞ്ഞ ശേഷം കർത്താവ് യേശുക്രിസ്തു പോകുന്നുണ്ട്. ഹാലേലൂയ. ഇവിടെ അതിൽ 14-ാം അധ്യായത്തിൽ യേശു കർത്താവ്, ഞാൻ പോയ കാര്യസ്ഥ നിങ്ങളുടെ അടുക്കൽ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾ കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണത്തില്ല. ഹാലേലിയ. പക്ഷെ ഞാൻ നിങ്ങളെ കാണും. മറ്റുള്ളവർക്ക് ഇതിനെ കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ വളരെ ഹാലേലിയ ഇവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പറയുന്നത് നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങളുടെ സന്തോഷം അത് എടുത്തുകൾ. ഇപ്പം നിത്യതയെക്കുറിച്ച് പറയുന്നവർ പറയും, കർത്താവ് യേശുക്രിസ്തു വരും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ, കരച്ചിലില്ല, മുളകില്ല, ഒന്നുമില്ല. പക്ഷെ അന്ന് അവിടെ പോയി സന്തോഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഇവിടെ കർത്താവ് യേശുക്രിസ്തു ആത്മാവാം ദൈവമായി നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ഹാലില. പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്നവരുടെ മേൽ, മാളിക മുറി കൂടിയിരുന്നവര് പരിശുദ്ധാത്മ അഗ്നിനാവ് പോലെ, പിളർന്നിരിക്കുന്ന അഗ്നിനാവ് പോലെ അവരുടെ മേൽ പതിച്ചു. ഹാലേലിയ. അവിടെ പറഞ്ഞ ഓരോരുത്തൻ ഹാലേലിയ തന്താന്റെ ഭാഷകൾ സംസാരിച്ച് ഇതൊക്കെ എഴുതിയിരിക്കുന്ന ആ ശക്തി അവർ ധരിച്ചതിന് ശേഷം അവരുടെ ആരെങ്കിലും ജീവിതത്തിൽ അവർ കരഞ്ഞ് നിലവിളിച്ച് മുറിവുകൾ കൂട്ടി ഹാലേലിയ അവരുടെ ജീവിതത്തെ നോക്കി അങ്ങനെ ഇങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അവരുടെ ജീവിതത്തിൽ വന്ന കഷ്ടങ്ങൾ, അന്ന് അവർക്ക് കഷ്ടങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഈ പറയുന്ന കണക്ക് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവർ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചതിന് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കൂടിയത്. കാരണം അവർ പലയിടത്തും നിന്ന് യേശു കർത്താവിനെ സാക്ഷീകരിക്കാനും യേശു കർത്താവിനെ കുറിച്ച് പറയുവാനും പബ്ലിക്കലി അവർ കർത്താവ് യേശു തന്നെ ക്രിസ്തു എന്ന് സ്ഥാപിക്കാനും തുടങ്ങിയപ്പോൾ അവരുടെ നേരെ കഷ്ടങ്ങൾ കൂടി വന്നത്. അവരെ പിടിക്കാനും തർജ്ജനം ചെയ്യാനും തടവറയിലാക്കാനും കൊല്ലാനും ഒക്കെ തുടങ്ങിയത്. ഹാലലിയ. എന്നിട്ട് അവരുടെ സന്തോഷം പോയ ആ സമയത്ത് വല്ലോ അവരെല്ലാം കരഞ്ഞ് വിലപിച്ച് മൂലയ്ക്ക് പോരുന്ന എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അവര് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹാലലിയ അടി കൊള്ളുകയും തർജ്ജനം ഏൽക്കുകയും ചെയ്തപ്പോൾ അവർ സന്തോഷിച്ചുകൊണ്ട് അവിടേക്ക് മടങ്ങിപ്പോയത് എഴുതിയേക്കുന്നത്. കാരണം അവർ അടി കൊള്ളുമ്പോൾ സന്തോഷിക്കുക ചെയ്തത്. അടിക്കുമ്പോൾ ഭയങ്കര ഹാലലിയ സ്തോത്രം പറയും, സന്തോഷിക്കുക. അല്ലെങ്കിൽ അവർക്ക് അടി കൊള്ളാനുള്ള ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് അവർ സന്തോഷിക്കുക. കാരണം അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ ഹാലലൂയ അവരുടെ ഉള്ളത്തിൽ നിന്ന് അവരുടെ സന്തോഷത്തെ എടുത്തു കളയാൻ ആർക്കും പറ്റിയില്ല. പക്ഷെ ഇന്ന് ഹാലലൂയ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ അങ്ങനെ ആണോ? ഞാൻ എന്നോടാ ചോദിക്കുന്നു. കാരണം വെച്ചാൽ ചെറിയ വിഷയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ആകപ്പാട് സങ്കടപ്പെട്ട് വിഷമിച്ച് കരഞ്ഞു വിളിച്ച് അല്ലെങ്കിൽ നമ്മൾ പാനിക്കായൊക്കെ നമ്മൾ പലപ്പോഴും പെരുമാറുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളത്തിൽ വന്നിരിക്കുന്നവൻ ആരാണ് നമ്മൾ തിരിച്ച് അറിയുന്നില്ല. നമ്മുടെ കൂടെയുള്ളവൻ ആരാണ് തിരിച്ചറിയുന്നത്? ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ യേശു കർത്താവ് തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലെ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ, നമ്മളിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ ലോകത്തിന്റെ എന്തൊക്കെ നമ്മുടെ നേരെ വരുമ്പോഴും നമ്മൾ ഇരിക്കുന്നവൻ മുഖാന്തരം നമുക്ക് അതിനെയൊക്കെ ജയിക്കാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷിപ്പിൻ, എപ്പോഴും കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ പറയും. നമ്മുടെ സന്തോഷം എവിടെയാണ് വരുന്നത്? കർത്താവിലാണ് നമ്മൾ സന്തോഷം, നമ്മുടെ സന്തോഷം. പക്ഷേ ഇന്ന് മനുഷ്യരുടെ സന്തോഷം എപ്പോഴും അവൻ്റെ കയ്യിലുള്ളതിൻ്റെ ബലത്തിൽ അവൻ സന്തോഷിക്കും. നല്ല ജോലി ഉണ്ടെങ്കിൽ സന്തോഷിക്കും, നല്ല സാമ്പത്തികം ഉണ്ടെങ്കിൽ സന്തോഷിക്കും, നല്ല ജീവിത സാഹചര്യങ്ങളുണ്ടെങ്കിൽ സന്തോഷിക്കും. ഇതൊക്കെ ഒരു ദിവസം ഒരു കാറ്റ് വന്ന് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ സന്തോഷം അതോടെ ഉണ്ട്. യോബിന്റെ ജീവിതത്തിലും നമുക്കറിയാം. ഒരു കാറ്റ് വന്ന് സകലം അങ്ങോട്ട് കൊണ്ടുപോയി. യോബ് സന്തോഷിച്ചതെന്ന് എഴുതിയിട്ടില്ല അവിടെ. യോബ് കരയും വിളിക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. കാണാം. പക്ഷെ എങ്കിലും ഹാലലൂയ യോബ് വിശ്വസിച്ച് അല്ലെങ്കിൽ ദൈവത്തെ തള്ളി പറഞ്ഞില്ല എന്നുള്ള അതാണ്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശു യേശുക്രിസ്തുവിൽ വരുന്നവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പോകുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു ദേവദാസൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ഏറ്റവും വലിയ ലോകത്തിൽ ഒരിക്കലും തകരില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പണിഞ്ഞ ടൈറ്റാനിക് കപ്പൽ അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, ഇത് തകരില്ല എന്ന് പറഞ്ഞ് തന്നെ അത്ര കോൺഫിഡൻറ്റോട് കൂടി ഇറക്കി. അത്രയും വലിയ ആഡംബര കപ്പൽ. ഹല്ലേലൂയ. ആമേൻ.
പിന്നെ ആഡംബര കപ്പൽ. അത്രയും വലിയ ആഡംബര കപ്പലായിരുന്നു ഹല്ലേലൂയ. ആ പണിതവർക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, അതിന് ഒന്നും സംഭവിക്കില്ല. പക്ഷെ അത് തകർന്നിട്ട് അതിലുള്ള മനുഷ്യർ എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഹല്ലേലൂയ അതിനകത്ത് മുങ്ങി മരിക്കുകയുണ്ടായി. പക്ഷേങ്കില് മറ്റൊരു കപ്പൽ നമുക്ക് കാണാം ഹല്ലേലൂയ. പുറപ്പെട്ടൊരു കപ്പൽ കാറ്റ് പ്രതികൂലമാകൊണ്ട് മാറി മാറിയൊക്കെ ഓടി ചെക്കി കഴിയുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവരോട് പറയുന്നുണ്ട്, കപ്പലിനൊക്കെ പോകും, പക്ഷെ ഇത് നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു ദോഷം വരത്തില്ല എന്ന്. അവിടെ ആ കപ്പൽ തകർന്നു പോയപ്പോൾ നമുക്ക് കാണാം, അത് വലിയ ആഡംബര കപ്പലോ വലിയ സേഫ്റ്റിയുള്ള കപ്പലോ ഒന്നുമല്ല, കപ്പൽ തകർന്ന് തരിപ്പണമായി പോയി എന്നിട്ടും പക്ഷെ പല കഷ്ടങ്ങളിൽ അതിലൊക്കെ പിടിച്ച് നീന്തി, അതിൽ നിന്ന് ഒരാളുടെ ജീവന് പോലും ആപത്തുണ്ടായില്ല എന്ന്. ഹല്ലേലൂയ. അതും വലിയ കടലിലാണ് പോയത്, ഇതും വലിയ കടലിലാണ് പോയത്. ഹല്ലേലൂയ. എന്താ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ ദൈവത്തെ അറിയുന്ന ദൈവത്തിന്റെ ഒരു ഭക്തൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു അഭിഷിക്തൻ അതിനകത്ത് കൂടെ ഉണ്ടായിരുന്നുണ്ട്. ദൈവം കൊടുത്ത പ്രോമിസിലായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ. അതിനകത്ത് ഒരു മനുഷ്യൻ, അതിനകത്ത് എല്ലാവരും നല്ലവരായിരുന്നോ? എല്ലാവരും വിശുദ്ധരായിരുന്നോ? എല്ലാവരും രക്ഷിക്കപ്പെട്ടവരായിരുന്നോ? എല്ലാവരും സ്നാനപ്പെട്ടവരായിരുന്നോ? എല്ലാവരും അഭിഷേകം പ്രാപിച്ചവരാണെന്ന് വെച്ചാൽ അല്ല, ഒരുവൻ മതിയായിരുന്നു. ഹാലേലിയ. ഒറ്റ ഒരെണ്ണത്തിന്റെ ജീവൻ പോകാതെ ദൈവം കാത്തു സൂക്ഷിച്ച് മെലിത്തയിലേക്ക് കയറിയപ്പോൾ എല്ലാവരും, ഒരാൾ പോലും അത് നഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ കാണുന്നുണ്ട്. ഹാലേലൂയ. അപ്പം ഈ ലോകത്തിൻ്റെതായ എത്ര വലിയ ആഡംബരം, എത്ര കോടികൾ മുടക്കി ചെലവാക്കി ഉണ്ടാക്കിയ ടൈറ്റാനിക് ആണെങ്കിലും ഹാലേലൂയ, ഇത് അത്രയും വലിയ ഇതൊന്നും ഇല്ലാത്തൊരു സാധാരണ കപ്പലാണെങ്കിലും എവിടെയാണ് പ്രൊട്ടക്ഷൻ വെളിപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഉള്ളിടത്താണ് പ്രൊട്ടക്ഷൻ വെളിപ്പെടുന്നത്. ഈ ലോകത്തിന്റെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞാലും അവിടെ കിട്ടുന്നതിനെക്കാട്ടി പ്രൊട്ടക്ഷൻ വെക്കുന്നത് നമ്മുടെ അപ്പൊ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ മേൽ ഇല്ലെങ്കിൽ നമുക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് ലോകത്തുള്ള എന്തൊക്കെ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, ദൈവം കൂടെ ഇല്ലെങ്കിൽ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ, ദൈവത്തിന്റെ ഹല്ലേലൂയ ഫേവർ ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയാം, ഹൃദയം കലങ്ങി പോകരുത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. ഇവിടെ പറയുന്ന 21 നിങ്ങൾ ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇവിടെ ഈ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ഹാലേലൂയ, സമാധാനത്തിന്റെ ദൈവം ആ ദൈവം നമ്മുടെ ഉള്ളിലിരിക്കും. നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട്. ഹാലേലൂയ. നമുക്ക് എന്തോ കുഴപ്പമുണ്ട്, നമുക്ക് എവിടെയോ ശരിയാകാനുണ്ട് നമ്മൾ. അവിടെയൊക്കെ നമുക്ക് നമ്മൾ നാളെക്കുറിച്ച് ഇന്ന് വിചാരപ്പെടുന്നെങ്കിൽ നാളെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടുന്നെങ്കിൽ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ്, നമുക്ക് ദൈവം തന്നൊരു വചനം, ദൈവം നമ്മളോട് പറഞ്ഞ ഓരോ വാക്കുകളും അതാണ് വചനമായിട്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കത്തോലിക്ക സഹോദരൻ എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് ചോദിക്കുന്നു, ഹല്ലേലൂയ, ബൈബിള് മനുഷ്യർ തന്നെയല്ലേ എഴുതിയെന്നു. ശരിയാണ്, മനുഷ്യർ തന്നെയാണ് എഴുതി. പക്ഷേ അത് പറഞ്ഞത് കറക്റ്റ് അല്ല. കാരണം പരിശുദ്ധാത്മാവിനാലാണ് മനുഷ്യരിലൂടെ ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അത് എക്സാമ്പിൾ തന്നെ നമുക്ക് ആദ്യത്തെ പഞ്ചഗ്രന്ഥങ്ങൾ ഹല്ലേലൂയ എഴുതിയ മോശ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് എന്താ ഉൽപ്പത്തിയിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. കാരണം അത് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചാൽ മാത്രമേ. അതുപോലെ പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓരോ ലെറ്റേഴ്സ്, പൗലോസ് മനുഷ്യനാണ്, പൗലോസ് എഴുതിയ ലെറ്റേഴ്സ് ഉണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവൻ പരിശുദ്ധാത്മാ നിയോഗത്താൽ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടതാണ് വചനം, ആ ലെറ്റർ ഓരോന്നും. അതുകൊണ്ടാണ് ഇന്നത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. നമ്മളെ അത് ദൈവത്തിന്റെ വെളിപ്പാടുകളുടെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വെളിപ്പാടുകൾ എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിൽ മാത്രമേ ഒരു മനുഷ്യന് ഹല്ലേലൂയ പഠിക്കാനും വായിക്കാനും പഠിക്കാനും ഗ്രഹിക്കാനും കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഞാൻ എന്നോട് പറയുകയാണെങ്കിൽ പറയും, ഞാൻ പാട്ടുകൾ എഴുതിയത് ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ 100 പാട്ട് എഴുതിയെന്ന് പറയുമ്പോൾ നേരത്തെ മുതൽ സാഹിത്യപരമായ കഴിവുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ വിചാരിക്കും ഹല്ലേലൂയ അത് എൻ്റെ കഴിവിലാതെ എഴുതിയെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ എൻ്റെ കഴിവിലല്ല എന്ന് ദൈവം തെളിയിച്ചതാണ്. ഒരു 2 വാക്ക് കൂട്ടി ഹല്ലേലൂയ അങ്ങനെ പോലും സാഹിത്യം നടത്തുകൊണ്ട് പുതച്ചു പോയിട്ടില്ലാത്ത വ്യക്തിയെ കൊണ്ട് എഴുതിക്കുമ്പോൾ നമുക്കറിയാം അത് പരിശുദ്ധാത്മാവിനാണ് എഴുതപ്പെടുന്നത്. കാരണം ദൈവം നമുക്ക് തരുന്ന വരികളാണ്, ദൈവം തരുന്ന വാക്കുകളാണ് നമ്മൾ അവിടെ എഴുതി വെക്കുന്നത്. അപ്പൊ അത് നമ്മുടെ സ്വന്തം കഴിവിലല്ല എഴുതുന്നത്. എഴുതിയത് ഇപ്പം എൻ്റെ പേന വെച്ചിട്ടായിരിക്കും, അല്ലെ എൻ്റെ കൈ വെച്ചിട്ട്. പക്ഷേ എഴുതിച്ചവൻ. അതുപോലെ തന്നെ വചനം ഇവിടെ എഴുതിയിരിക്കുന്ന ഓരോ അധ്യായങ്ങളും എഴുതിയേക്കുന്ന പല ആൾക്കാരും നെഹെമ്യ എഴുതിയിട്ടുണ്ട്, യോബ് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഹല്ലേലൂയ പൗലോസും പത്രോസും യോഹന്നാനും ഒക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ ആരും ഹല്ലേലൂയ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയതല്ല, പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതിയതാണ്.
പ്രത്യേകിച്ച് പത്രോസൊക്കെ, മുക്കുവനായിരുന്ന പത്രോസൊക്കെ ഹാലയിൽ എഴുതിയേക്കുന്ന ലേഖനങ്ങളിൽ കിടക്കുന്ന ഹാല ആ വെളിപ്പാടുകളൊക്കെ നമ്മളൊന്ന് വായിക്കുമ്പോഴത്തേനും നമ്മൾ പോലും ആ ഞെട്ടിപ്പോവും ആ വെളിപ്പാട്. കാരണം വെച്ചാൽ അത് എവിടെ നിന്ന് പ്രാപിച്ചെന്ന് വെച്ചാൽ അവരുടെ ആത്മാവിനാൽ തന്നെ പ്രാപിച്ചതാണ് അപ്പം അതുകൊണ്ട് ആ ആത്മാവാണ് നമ്മുടെ ഉള്ളത്തിലിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:3-4 വായിക്കോ. 26:3. സ്ഥിരമാനസനിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായുള്ള ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. ആമേൻ, സ്തോത്രം. പറഞ്ഞ സ്ഥിരം മാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അപ്പൊ സ്ഥിരമാനസൻ, ചഞ്ചലപ്പെടാത്ത ഹൃദയമുള്ളവൻ, മനസ്സ് ഉറച്ചിരിക്കുന്നവൻ, ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പക്ഷേ യാക്കോബ് പറയുന്നുണ്ട് ആമേൻ, ഇരുമനസ്സുള്ളവർ സകലത്തിന് അസ്ഥിരരാകുന്നു, അവർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുന്നു വിചാരിക്കണമെന്ന് എഴുതിയേക്കുന്ന ആമേൻ. ഇവിടെ പറയുന്ന യെശയ്യാവ് പറയുന്ന സ്ഥിരമാനസ് നിന്നിൽ ആശ്രയം വെച്ചാൽ എനിക്ക് മറ്റൊന്നിലുമല്ല ആശ്രയം, ഈ ലോകത്തിൽ വേറെ ഒന്നിലും ഞാൻ ആശ്രയിക്കുന്നത്, എൻ്റെ ആശ്രയം നിന്നിൽ മാത്രമാണ്. അവിടെ സ്ഥിരം ആശ്രമിക്കും അവൻ, നീ അവനെ അപ്പം നമുക്ക് സമാധാനം ഉണ്ടാകുന്നു, പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അപ്പൊ പൂർണ്ണ സമാധാനം നമ്മളിലേക്ക് വരണമെങ്കിലും നമുക്ക് ലഭിക്കണമെങ്കിൽ വെച്ചാൽ നമ്മുടെ മനസ്സ് ഇളകാത്തതായിരിക്കണം. നമ്മൾ ഇവിടെ പറയുന്ന മറ്റൊരു പറയുന്നിടത്ത് നമുക്കറിയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കും അവൻ എൻ്റെ ഉപനിധി അന്ത്യത്തോളം കാക്കാൻ വിശ്വസ്തൻ. ഇത് നമ്മൾ വിശ്വസിക്കുമ്പോഴാ ആരെയാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവം ആരാണ് തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തിൽ ഇവിടെ പറഞ്ഞ അവൻ ദൈവത്തിൽ തന്നെ സ്ഥിരമായി ഒരിടത്തേക്കും ചഞ്ചലപ്പെടാതെ, ഒന്ന് എന്തൊക്കെ സംഭവിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഇളകാതെ ദൈവത്തിൽ തന്നെ ഉറച്ചിരിക്കുന്നെങ്കിൽ ദൈവം അവന് പൂർണ്ണ സമാധാനത്തിൽ, അങ്ങനെയുള്ളവർക്ക് എന്താ പറയുക, പൂർണ്ണ സമാധാനം ഉണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ സമാധാനമല്ല, എന്തെങ്കിലും സംഭവിക്കുന്ന അസമാധാനമല്ല. അത് യഹോവയെ യാഹിൽ ശാശ്വതമായ പാറ ഉള്ളതിനെ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കും. അപ്പൊ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അത് ശാശ്വതമായ പാറയാണ്. ഇടയ്ക്ക് ഇളകി പോകുന്നതോ പൊട്ടിപ്പോകുന്നതോ ഉടഞ്ഞു പോകുന്നതോ പാറയല്ല നമ്മുടെ ദൈവം. യാഹെന്തവൻ ശാശ്വതമായ പാറയാണത്. അത് ഇളകാത്തതാണ്, അത് ഉടയാത്തതാണ്, തകർന്നു പോകാത്തതാണ്, എന്നേക്കും നിലനിൽക്കുന്നതാണ്. അതുള്ളത് കൊണ്ട് നമ്മൾ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പെന്ന് പറഞ്ഞേക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളോട് വായിക്കും. ഇതാ ദൈവം എന്റെ രക്ഷ, യഹോവയായ യാഹ് എന്റെ ബലവും എന്റെ ഗീതവുമായിരിക്കൊണ്ടും അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരും. ആമേൻ, സ്തോത്രം. പറയുന്ന ഇതാ എന്റെ ദൈവം, എൻ്റെ രക്ഷ, യഹോവയായ യാഹിന്റെ ബലവും എൻ്റെ ഗീതമായിട്ടുണ്ട്, അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരും. പറയാം, നമ്മുടെ രക്ഷയായ ദൈവം, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പറയുന്ന യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമാണ്. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മുടെ ബലം മാത്രമല്ല, നമ്മുടെ ഗീതവും അനുസരിച്ച് സന്തോഷത്തിൻ്റെ സ്വരം നമ്മളിന്ന് പുറത്ത് പാട്ടുകൾ നമ്മൾ പാടുന്നല്ല. ഗീതം എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിപ്പെന്ന് പറഞ്ഞേക്കുക. അപ്പം നമ്മുടെ ഗീതം ബലം മാത്രമല്ല, നമ്മുടെ ഗീതവും കൂടെ, നമ്മുടെ സന്തോഷവും ആനന്ദവും കൂടിയാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മൾ ഉള്ളതുകൊണ്ട് എന്നിട്ട് ആയിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നു. അപ്പം നമ്മുടെ കർത്താവ് എന്താ, നമ്മുടെ രക്ഷയാണത്. ഹല്ലേലൂയ. ആ രക്ഷയായി തീർന്നിരിക്കും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. നമ്മൾ അപ്പം ആ രക്ഷയിൽ സന്തോഷിക്കുന്നവരായി മാറണമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവത്തെ നമ്മൾ നമ്മുടെ പാറയാണ്, ഉറപ്പുള്ള പാറയാണ് യാഹ്. ഹല്ലേലൂയ. അപ്പം ആ ബലത്തിൽ, ആ ദൈവത്തിൽ, അതുപോലെ നമ്മൾ സ്ഥിരമാനസനായി നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന സന്തോഷമായിട്ട്, രക്ഷയുടെ സന്തോഷം ആസ്വദിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. സങ്കീർത്തനം 42:5. എന്റെ ആത്മാവെ നീ എന്റെ ആത്മാവെ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക,
അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ആമേൻ. നമ്മുടെ ഹൃദയം എന്താ പറയാ, അവിടെ ഇംഗ്ലീഷ് ട്രബിൾഡ് ഹേർട്ട് ആകരുതാ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അവിടെ പറയാ ആമ എൻ്റെ ആത്മാ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്ന എന്താ അമ്മ ദൈവത്തിൽ ഹാലല്ലേ പ്രത്യാശ വെക്കുക. അപ്പൊ നമ്മളുടെ പ്രത്യാശ, നമ്മുടെ ആശ്വാസം, നമ്മുടെ പ്രതീക്ഷ, ഇതെല്ലാം ദൈവത്തിലായിരിക്കും. അവിടെ പറയുന്നത് എൻ്റെ ആത്മാവ് നീ വിശ്വാസമുള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ദൈവം നമ്മുടെ മുഖപ്രകാശ രക്ഷയും നമ്മുടെ ആശ്വാസവും നമ്മുടെ സമാധാനം ഒക്കെയാണ്. ആ ദൈവത്തിൽ തന്നെ നമ്മൾ പ്രത്യാശ, നമ്മുടെ ഹൃദയം ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, ട്രബിൾഡ് ആയി പോലെ അല്ലെങ്കിൽ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നവരല്ല, ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കുന്നവരായിരിക്കണം. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നപ്പോൾ യോഹന്നാൻ നമ്മളെ ഉറപ്പേ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങൾ ഭ്രമിക്കരുത്, നിങ്ങൾക്ക് ഇതാകരുത്, നിങ്ങൾ എന്നെ വിശ്വസിച്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കേണ്ട കൽപ്പന കാത്തുകൊള്ളണം, ഞാൻ എന്നേക്ക് നിൽക്കുന്ന ഒരു ആത്മാവിനെ നിങ്ങളുടെ കൂടി അയക്കും. ഇതെല്ലാം പറയുമ്പോൾ ഇവിടെ എല്ലാം ദൈവം നമ്മളെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കർത്താവ് യേശുക്രിസ്തു പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ബലപ്പെടുത്തുന്നതാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ ഓരോ പ്രതികൂലം പ്രതിസന്ധികളും വരുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്താ പറയുന്നത്? ഞാൻ കൂടെയുണ്ട്, ഞാൻ നിന്നിലുണ്ട്, നിന്റെ കൂടെ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ നിന്റെ കൂടെയുണ്ട്, നീ ലോകത്തെ ജയിക്കും, ഞാൻ ജയിച്ചിട്ട് നീയും ജയിക്കാൻ കഴിയും, നീ ഇതിന്റെ ഇടയിൽ അവിടെ തളർന്നു പോകല് എന്നൊക്കെ പറഞ്ഞ് ദൈവം നമ്മൾ ഉറപ്പിക്കുന്ന ഇവിടെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയത് ദൈവത്തെ വിശ്വസിച്ച് എന്നിൽ വിഹപ്പ്. നമ്മുടെ ഹൃദയം പലപ്പോഴും കലങ്ങിപ്പോകുന്നത് എന്തുകൊണ്ട്? നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ കുറവ് തന്നെയാണത്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ നേരെ ഒരു വാക്ക് വരുത്തില്ല എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലേന്ന് ഒരു മുടി കൊഴിയത്തില്ല എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ദൈവം അറിഞ്ഞിട്ടാണ് വരുന്നത് നമ്മൾ ഉറച്ചു വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം കലങ്ങത്തില്ല. നമ്മളിവിടെ പലപ്പോഴും നമ്മൾ കേട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന എല്ലാം എന്തെങ്കിലും മോശം ആരെങ്കിലും സംഭവിച്ചത് പിശാജ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു, നല്ല കാര്യങ്ങളാണ് ദൈവം തരുന്നു വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഏത് പിശാജ് നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് മോശ കാര്യം ചെയ്യണമെന്ന് ദൈവത്തിന്റെ പെർമിഷൻ ലഭിക്കാതെ, ദൈവം നമുക്ക് ചുറ്റും കെട്ടിയിരിക്കുന്ന തീമതിൽ പൊളിച്ചു കൊടുക്കാതെ അവന് കയറാൻ കഴിയത്തില്ല. നമ്മുടെ നേരെ ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല, നമ്മുടെ നേരെ ഒരു വിരലിൽ ചൂണ്ടാൻ കഴിയത്തില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കാണുമ്പോൾ പിശാച് ബാധിച്ചവരായിരിക്കും, ദുരാത്മാവ് ബാധിച്ചവരായിരിക്കും. പക്ഷെ നമ്മളെ കാണുമ്പോൾ നമ്മൾ വല്ലതും പറയുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കേൾക്കുമ്പോൾ വിഷമമുണ്ട്, വേദനയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം അനുവദിക്കാതെ ആ വാക്ക് നിന്റെ നേരെ വരുത്തില്ല. ഹല്ലേലൂയ. ദൈവം അനുവദിക്കാതെ നമ്മളെ ഒന്നും പറയില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരന് വിളിച്ച് സംസാരിക്കടെ ഭർത്താവ് പുള്ളിക്കാരിയെ കാണുമ്പോൾ കാണുമ്പം എന്തെങ്കിലുമൊക്കെ പറയും, പുള്ളിക്കാരിക്ക് ഭയങ്കര വേദനയാകുന്നു ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് അതിന് മാനുഷ്യമായിട്ട് ഡീൽ ചെയ്യാൻ നിൽക്കേണ്ടത് അവിടെ പുള്ളിക്കാരൻ പറയുന്ന സമയത്ത് ഉള്ളിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്തോത്രം ചെയ്യുക ഹല്ലേലൂയ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അന്യഭാഷ സംസാരിക്കാൻ ഞാൻ നല്ലോണം അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ് ഹല്ലേലൂയ. അവിടെ നിങ്ങളതൊന്ന് ആത്മീയമായി കൈകാര്യം ജഡീയമായി കൈകാര്യം ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. വീട്ടുകാർ പറയുന്ന, സ്വന്തക്കാർ പറയുന്ന കേസ് കൊടുക്ക് ഹല്ലേലൂയ, അല്ലെങ്കിൽ പിരിഞ്ഞു പോര്, അത് ഇത് ചെയ്യുന്ന പറയുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ സാധിക്കുന്നത്. പക്ഷെ അത് ജഡത്തിലുള്ള പോരാട്ടമാണ്. ആത്മീയരെപ്പോഴും ആ ജഡത്തിൽ ആത്മീയമായി തന്നെ പോരാടണം. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ഗോൾഡ് കുറേ എടുത്തുകൊണ്ട് പോയി, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തൊക്കെ പറഞ്ഞ് ഞാൻ അത് ദൈവം അനുവദിക്കാതെ അവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ദൈവം അനുവദിച്ചിട്ട് എടുത്തുകൊണ്ട് പോയിക്കാ നമ്മൾ ദൈവത്തിൻ്റെ കാര്യത്തിലേക്ക് അത് കൊടുത്ത് നമ്മൾ സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് പരാതി കൊടുത്ത് മേടിക്കാതെ ദൈവത്തിൻ്റെ കാര്യത്തിലേക്ക് എടുത്തുകൊണ്ട് പോയാൽ തന്നെ ദൈവം പറയാതെ തിരിച്ചു കൊണ്ടുവെക്കും. ഹല്ലേലൂയ. ഇല്ലാതെ നമ്മൾ മനുഷ്യർ മറ്റുള്ളവർ പോരാടാൻ നിൽക്കുന്ന കാര്യം കുറച്ച് സംസാരിച്ചപ്പോൾ അവർ ഭയങ്കര സമാധാനത്തിലായി, ആശ്വാസത്തിലേക്കായി. ഇവിടെ നമ്മൾ കാണുന്നതിന് നമ്മളോട് പോരാടുന്നത് പിശാചാണെങ്കിലും പോരാടാൻ ദൈവം അനുവദിച്ചു കൊടുക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും സ്നേഹിക്കേണ്ട, നമുക്ക് ഏറ്റവും സമാധാനം തന്നെ നമ്മൾ ഏറ്റവും കൺസിഡർ ചെയ്യേണ്ട വ്യക്തിനെ ആയിരിക്കും പിശാചോട് ഉപയോഗിക്കുന്നത്.
അങ്ങനെയുള്ള സാഹചര്യം നമ്മളെ പെട്ടെന്ന് തകർന്നു പോകും. അവർ പറഞ്ഞു ഇത് കഴിയുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ വിഷമ ഭാരങ്ങൾ കൊണ്ടിടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെ മുടക്കാൻ പറ്റുമെങ്കിൽ, നമുക്ക് പ്രാർത്ഥിക്കാതെ നമ്മൾ ഒതുക്കി കളയാൻ പറ്റുമെങ്കിൽ, അവൻ വീണ്ടും അതേ മാർഗത്തിലൂടെ നമ്മളോട് പോരാടും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്ര തകർച്ച ഉള്ളപ്പോഴും, എത്ര സങ്കടമുള്ളപ്പോഴും, എത്ര പ്രയാസമുള്ളപ്പോഴും നമുക്ക് എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ അതിനെ എടുത്ത് ജയിച്ച് നമുക്ക് പുറത്തു വരാൻ കഴിയും. അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞേക്കുന്നത് എന്നിൽ വിശ്വസിക്കണം. അപ്പൊ കർത്താവായ യേശുക്രിസ്തു നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമാണ് ഇവിടെ പറയുന്ന കണക്ക് എൻ്റെ ഹൃദയം നിങ്ങൾ കലങ്ങിപ്പോകരുത്, ദൈവത്തെ അങ്ങനെയാണെങ്കിൽ ദൈവം തന്നിട്ട് പോയ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ സമാധാനം നമ്മൾ എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴും ദൈവത്തിന്റെ കരത്തിലേക്ക് അതിനെ കൊടുത്തുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിരിക്കാൻ കഴിയുന്നെങ്കിൽ ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പം ഈ ദിവസങ്ങളിൽ നമുക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അത് കലങ്ങാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ എന്നിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. ദൈവത്തിൽ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം കലങ്ങാതിരിക്കാൻ പറ്റും. അപ്പൊ വചനം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് സാഹചര്യത്തെയും മാനുഷികം വാക്കുകൾ കൊണ്ട് നമ്മൾ ജയിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ദൈവത്തിന്റെ വചനം കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഹൃദയം കലങ്ങത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നമ്മൾ കലങ്ങാതിരുന്നാലാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ പോലെ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറയാൻ കാര്യം, ലോകത്തിൻ്റെ സമാധാനം സാഹചര്യങ്ങൾ മാറുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സമാധാനം അതൊരിക്കലും മാറാത്തതായി ആ സമാധാനം നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കാൻ തുടങ്ങും. ഈ ദിവസങ്ങളിൽ എനിക്കറിയാം പലരും ഭയങ്കര ട്രബിൾഡായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുന്നത് ഭയങ്കര എന്താ പറയുക, ചില വിഷയങ്ങളൊക്കെ വല്ലാതെ ഇങ്ങനെ തളർത്തിക്കളയുന്ന ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു, ആരെയാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. ദൈവം നമ്മളോട് പറഞ്ഞ പ്രോമിസുകൾ ഓർക്കണം. നമ്മൾക്ക് ദൈവം തന്ന വചനം നമ്മൾ ഓർക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളും ഈ ബൈബിളിലുള്ള ഫുള്ള് ഇതിനകത്തുള്ള എല്ലാ വാഗ്ദത്തങ്ങളും അത് നമുക്കുള്ളതാണ്. ഇത് മറ്റുള്ളവർക്കൊന്നും ഉള്ളതല്ല. ഒരിക്കലും ദിവസം ഇതാണ് എൻ്റെ ആധാരം, ഇതാണ് എൻ്റെ സമ്പത്ത്, ഇതാണ് എൻ്റെ അവകാശം എന്ന രീതി നമ്മൾ ചിന്തിക്കും. ഇതിനകത്ത് പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങളും നമുക്കുള്ളതാണ്. അങ്ങനെ ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓർത്തെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പരീക്ഷകളും പരീക്ഷണങ്ങളും ഒക്കെ കയറി വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഓർത്ത് നമ്മുടെ ദൈവത്തിൽ തന്നെ ഉറച്ച് ശാശ്വതമായ പാറ, അതൊരിക്കലും തകർന്നു പോകുന്ന പാറയല്ല. നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു നമ്മൾ ഓർത്ത് തന്നെ നമ്മളുടെ ഹൃദയം കലങ്ങാതെ കാണണം. സമാധാനത്തോടെ ഇരിക്കേണ്ട ദൈവം നിങ്ങളെല്ലാം സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു ഓൾ.